പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് മെയ് 30 ശനിയാഴ്ച, അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കുർബാസാൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരീകരണത്തിനായി കർത്താവേ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ജീവിതത്തിൽ കലഹങ്ങളും ഭിന്നത പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം ആകുന്നതിന് സമയമെടുക്കുന്നില്ലെന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന
ഡോക്യുമെൻറ്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നെ നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും, എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് അസഹനീയമായി തോന്നുന്നത് അനീതി പ്രവർത്തിക്കുന്നതിൻ്റെ കൂടെ ജീവിക്കുമ്പോഴാണ്. കുടുംബത്തിലായാലും എല്ലായിടത്തും ചെറുടെ സ്വകാര്യ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടി വരുമ്പോൾ അവിടെ സമത്വം പോവുകയും അനീതിക്ക് ബാക്കിയുള്ളവർ ഇരയാകുകയും ചെയ്യും. ഇത് ആദ്യകാലം പോലെ ഈ ഗ്രീക്കുകാരുടെ വിപ്ലവമില്ലേ, അപ്പോസ്തല പ്രവർത്തനം 6:1, ശിഷ്യരുടെ സംഖ്യ വർദ്ധിച്ചുകൊണ്ടിരുന്നു. അക്കാലത്ത് പ്രതിദിനമുള്ള സഹായ വിതരണത്തിൽ തങ്ങളുടെ വിധവകൾ അവഗണിക്കപ്പെടുന്നുവെന്ന് ഗ്രീക്കുകാർ ഹെബ്രായർക്കെതിരെ പിറുപിറുത്തു. ഈ ബൈബിളിലും ലോകചരിത്രത്തിലും ഈ ഹെബ്രായർക്കെതിരെ എന്നുള്ള ഈ വാക്ക് ആവർത്തിക്കുന്നുണ്ട്. കാര്യം യഹൂദർ എവിടെ പോയാലും, യഹൂദന്മാർ പല രാജ്യങ്ങളിൽ പോയായിരുന്നല്ലോ, അവർക്ക് അവിടെയെല്ലാം പീഡനങ്ങളാണ് ഉണ്ടായിരുന്നത് എന്ന് പറയുമ്പോഴും എന്തുകൊണ്ട് ഇവരെ ആൾക്കാർ പീഡിപ്പിച്ചു എന്നുള്ള ചോദ്യം നമ്മൾ ആൻസർ ചെയ്യേണ്ടി വരും. അതെന്ന് വെച്ചാൽ ഇവർ എപ്പോഴും മറ്റുള്ളവരെ അവോയ്ഡ് ചെയ്യണ പോലെ മറ്റു രാജ്യക്കാർക്ക് തോന്നും. ഇപ്പോൾ ഇംഗ്ലീഷുകാരുടെ രാജ്യത്ത് ചെന്നപ്പോൾ സ്പാനിഷ് എന്നാണ് ഇവർക്ക് കൂടുതൽ പ്രയാസങ്ങളുണ്ടായത്. പക്ഷേ ഇംഗ്ലീഷ് രാജ്യത്ത് മോശമില്ല ഇവർ. എന്താ കാര്യമാണ്, ഷേക്സ്പിയറിൻ്റെ ഒരു കഥയില്ലേ, ഷേക്സ്പിയറിൻ്റെ കഥയിൽ സെമയോണിച്ച് ഒരു കടം കൊടുത്ത വെനീസിലെ വ്യാപാരി, ദ മർച്ചൻ്റ് ഓഫ് വെനീസ്. അപ്പോൾ ആ വ്യാപാരിയിൽ പണം കടം കൊടുക്കുന്നത് ഒരു യഹൂദനാണ്. അതായത് ഈ വട്ടിപ്പണ പലിശയ്ക്ക് കടം കൊടുക്കണ യഹൂദനാണ്. അപ്പോൾ ഈ ഷേക്സ്പിയറിൻ്റെ ഇംഗ്ലീഷ് കഥയിൽ പണം കടം കൊടുക്കുന്ന ആളാണ് യഹൂദൻ. അപ്പോൾ അയാൾ ആ കട ഈടാക്കുന്നതിന് പകരം കോടതി വെച്ച് മാംസം വെട്ടി ചോദിക്കുന്നുണ്ട്. പിന്നെ അത് നമ്മുടെ ഷിബിയുടെ കഥ പോലെ, ഷിബി വെച്ചാൽ ഈ ഷേക്സ്പിയർ ഇവിടുന്ന് മോഷ്ടിച്ചാണെന്ന് തോന്നുന്ന കഥ, ചിലപ്പതികാരത്തിൽ നിന്ന്. സെമയോണിച്ചിന് ഇത് കൊടുക്കുമ്പോൾ കോടതി എന്ന് പറയണത് മാംസം തരാതെ പറഞ്ഞിട്ടുള്ളൂ, രക്തം പൊടിയരുതെന്ന് പറയും. അത് നമ്മളുടെ കഥയാണ്, ചിലപ്പതികാരത്തിലെ കഥയാണ്. ഷേക്സ്പിയർ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ്, അടിച്ചു മാറ്റിയതാണ് നമുക്കറിയാൻ പാടില്ല. ആ കഥയിൽ അങ്ങനെ ഒരു രംഗമുണ്ട്. അപ്പോൾ ഇവിടെ ചെന്നാൽ ഈ ആൾ പെരുകുമ്പോൾ അനീതികളുണ്ടാവും. അതാണ് ആളെ പിടിച്ച് പറഞ്ഞത്. കുടുംബത്തിലും അങ്ങനെയാണ്. കുടുംബത്തിലും ഈ പങ്കാളികൾ കൂടുതലേ, വസ്തു ഒക്കെ വിൽപ്പന വരുമ്പോൾ, ഭാഗോടമ്പടിയൊക്കെ വരുമ്പോൾ ആൾ കൂടുതലാണെങ്കിൽ കുറേ പേർക്ക് എപ്പോഴായാലും അപ്പനെ തല്ലിക്കൊല്ലാനുള്ള വൈരാഗ്യം മക്കൾ കാണിക്കണം കണ്ടുകൊണ്ട് ഞാൻ അപ്പനാണെന്നുള്ള മറന്നു പോരും. പക്ഷേ പങ്കിട്ട് വന്നപ്പോൾ ചില സ്ഥലം കിട്ടി, സ്ഥലത്തിന് കൂടുതലുണ്ടെങ്കിലും അവന് വരുമാനമൊന്നുമില്ല. വരുമാനമുള്ളവർക്ക് സ്ഥലം ചെറുതാണ്. അങ്ങനെ പല കോമ്പൻസേഷൻ വെച്ചാണ് അച്ഛൻ ചെയ്തിരിക്കുന്നത്, അപ്പൻ ചെയ്യണതെങ്കിലും കുറേ പരാതികളുണ്ടാകും. അപ്പോൾ ഇങ്ങനെയൊരു വിഷയം ജീവിതത്തിലുണ്ട്. അനുദിനമുള്ള സഹായ വിതരണത്തിൽ ഗ്രീക്കുകാരുടെ വിധവകളാണ്, അവർ ന്യൂനപക്ഷമാണെന്ന് തോന്നുന്നത്. ഹെബ്രായർക്കെതിരെ പരാതി പറഞ്ഞെന്ന് വെച്ച് കഴിയുമ്പോൾ ഹെബ്രായറാണ് അവിടെ മേൽക്കൈ നേടിയിരിക്കുന്നത്. പക്ഷേ ഗ്രീക്കുകാരെന്ന് ചുമ്മാ ഗ്രീക്കുകാർ വിജാതിരല്ലേ, അവർ യഹൂദ പാരമ്പര്യമുള്ള ആൾക്കാരാണ്. ഗ്രീക്ക് ഭാഷ സംസാരിക്കണമെന്നേ ഉള്ളൂ, യഹൂദ പാരമ്പര്യമുള്ള ആൾക്കാരാണ്. അതായത് ഹെലനിസ്റ്റിക് എന്നൊക്കെ ബൈബിൾ പറയും. അപ്പോൾ ഇവരെല്ലാം ബ്ലഡ് ഒന്ന് തന്നെയാണ്. പക്ഷെ ആ രാജ്യത്തിൽ നിന്ന് വന്ന കാരണം അവരോട് ഹെബ്രായർ അനീതി കാണിച്ചു.
അപ്പം അങ്ങനെയാണ് പിന്നെ പത്രോസ് പറയണത്, ഞങ്ങൾ ഭക്ഷണ മേശ വന്ന് അതിനു വേണ്ടി തലയിടാൻ ഞങ്ങൾക്ക് നേരെയില്ല, ഞങ്ങൾക്ക് അതിനു വേണ്ടിയുള്ള അഭിഷേകമല്ല, ഞങ്ങൾക്ക് കർത്താവിൻ്റെ വചനം പങ്കുവെക്കാനുള്ള അഭിഷേകമാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആൾക്കാരെ തിരഞ്ഞെടുത്തിട്ട് കൃപയുള്ളവരുടെ മേൽ ഞങ്ങൾ കൈവെക്കാം. അങ്ങനെ ഡയക്കണേറ്റ് ഉണ്ടാകണത് ഡീക്കൻ. പിന്നീട് കുറേ കാലത്ത് സഭയിൽ ഡീക്കന്മാരില്ലായിരുന്നു. പിന്നെ വന്നപ്പോൾ ആദ്യത്തെ ഡീക്കന്മാരല്ല വന്നത്, ലിറ്റർജിക്കൽ ഡീക്കന്മാരാണ് വന്നത്. അപ്പം സഭയുടെ ഹിസ്റ്ററിയിൽ ആദ്യം ഉണ്ടായിരുന്നത് സഭയുടെ സാമൂഹ്യനീതി സംരക്ഷിക്കുന്ന ആൾക്കാരായിരുന്നു അവർ. അപ്പോൾ അത് പ്രോസസ് ഓഫ് ടൈമിൽ അങ്ങനെ സംഭവിച്ചതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ഒരു സമൂഹം മുന്നോട്ട് പോകുമ്പോൾ ചിലയിടത്ത് ആൾ കൂടിയും കുറച്ച് ആൾ കുറഞ്ഞും, ചിലയിടത്ത് ഉച്ചനീചത്വം കുറച്ച് അവഗണനയും ഒക്കെ സംഭവിക്കുമ്പോൾ അനീതി ഉണ്ടാകും. അനീതി ഉണ്ടാകുമ്പോൾ ചില ആൾക്കാരെ സഹിക്കും, ചില ആൾക്കാർ ഫൈറ്റ് ചെയ്യും അതിനെതിരെ. പക്ഷേ സുവിശേഷത്തിൻ്റെ ഒരു നിലപാടിൽ, സുവിശേഷ നിലപാട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സഹിക്കാനുള്ള കൃപ, അവന് വേണ്ടി സഹിക്കാൻ വേണ്ടി കൂടിയാണ്. ഇപ്പോൾ 1:29 ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, വിശ്വസിക്കുന്നതിൻ്റെ ഭാഗമായിട്ടേ വിശ്വാസം ഒരു സാങ്കേതിക അർത്ഥത്തിൽ മാത്രമല്ല, വിശ്വസിക്കാൻ മാത്രമല്ല, അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം, സഹിക്കാൻ വേണ്ടിയുള്ള അനുഗ്രഹം, അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ ആ വിശ്വാസം മാത്രമല്ല, പിന്നെ എന്താ ഉള്ളത്, അതിൻ്റെ സെക്കൻഡ് ഗ്രേഡിൽ അവന് വേണ്ടി സഹിക്കാൻ വേണ്ടി കൂടിയുള്ള കൃപ കിട്ടിയാൽ മാത്രമേ, അതിൻ്റെ അക്സസറി അതാണേ, അവന് വേണ്ടി സഹിക്കാൻ വേണ്ടി കൂടിയുള്ള കൃപ കിട്ടിയാൽ മാത്രമേ ക്രിസ്തു നിലനിന്ന് പോരത്തുള്ളൂ നമ്മളിൽ. അല്ലെങ്കിൽ ക്രിസ്തു ആവിയായി പോകും. പക്ഷേ അതായത് ക്രിസ്തുവിനെ നമ്മൾ നിലനിർത്തുക എന്ന് പറയുമ്പോൾ സഹനത്തിൻ്റെ ഒരു കണ്ടൻറ്റ്, ക്രിസ്തുവിൻ്റെ കൃപ കൾച്ചർ ചെയ്ത് വരണത് ആ സഹനത്തിൻ്റെ ഒരു കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ക്രിസ്തു നമ്മളിൽ വളർന്നു വരണത്, നഴ്സറി ചെയ്ത് വരണത്. അതുകൊണ്ട് പൗലോസപ്പോസ്തലൻ ചോദിക്കുകയും പറ്റാൻ കഴിവുണ്ടെങ്കിൽ സഹിക്കുന്നതാണ് നല്ലതെന്നൊക്കെ പറയും പൗലോസപ്പോസ്തലൻ. അതാണ് ആദിമസഭയുടെ നിലപാടതാണ്. അപ്പോൾ അതറിയണമെങ്കിലേ 1 കൊരിന്ത്യർ 6:7 എടുത്തേ. നിങ്ങൾ തമ്മിൽ വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നത് തന്നെ നിങ്ങളുടെ പരാജയമാണ്. എന്തുകൊണ്ട് ദ്രോഹം, അനീതി നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടാ, വഞ്ചന സഹിച്ചുകൂടാ. അപ്പം സഹിക്കാൻ കൃപയുണ്ടവനുണ്ടെങ്കിൽ യുദ്ധത്തിന് പോകണ്ടെന്നുള്ള അർത്ഥമാണ് എൻ്റെ ഉള്ളത്. അത് ഓരോരുത്തരുടെ കൃപയുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ സഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ല, അനീതി മസ്റ്റായിട്ടുണ്ടാകും. ഒരു സമൂഹം പ്രക്രിയ ചെയ്ത് വരുമ്പോൾ ആരെങ്കിലും കുറേ ആൾക്കാർ അതിൻ്റെ അനീതി അനുഭവിക്കും. ചിലർ അതിനെതിരെ ഫൈറ്റ് ചെയ്യും. ചില ആൾക്കാർ ക്രിസ്തുവിൻ്റെ സഹനത്തിൻ്റെ പോരായ്മ ആയിട്ട് ഞാൻ എൻ്റെ ശരീരത്തിൽ സംഭവിച്ച അതിൻ്റെ കൃപയാക്കി മാറ്റും. കൊളോസോസ് 1:24 നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. ഒരു മനുഷ്യൻ എന്ന നിലയിലെ എന്തെങ്കിലും കുറവ് കർത്താവിൻ്റെ പീഡകൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ ശരീരം എന്ന രീതിയിൽ സഭയോട് ചേർന്ന് നമ്മളത് സഹിക്കുന്നു. അപ്പോൾ അതൊരു കൃപയാണ്. അതിന് ചിലർക്ക് അതിനുള്ള കഴിവുണ്ട്. കൃപ അതിൽ ക്രിസ്തു ഈ കൾച്ചറിങ്ങിലാണ് ക്രിസ്തു വളർന്നു വരണത് നമ്മളിൽ. അപ്പോൾ ക്രിസ്തു വളർന്നു വരണമെന്നുള്ളതിന് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ സഹനം അതിൻ്റെ വളവും വെള്ളവുമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് എന്ന് സൂചനയാണ്. അപ്പോൾ ആവശ്യമില്ലാത്ത രീതിയിൽ നിങ്ങൾ പൊട്ടിത്തെറിക്കുകയോ അതെല്ലാം ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ഉള്ള ഒരു മാർഗമായി സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ പറ്റുന്നില്ലെങ്കിൽ അതിനുള്ള സാധ്യത തേടുകയും ക്രിസ്തുവിൽ വളരുകയും ചെയ്യാൻ നിങ്ങളുടെ സഹന സാഹചര്യം പ്രയോജനപ്പെടുത്തണമെന്നാണ് ഈ സുവിശേഷത്തിൻ്റെ ഒരു ചൈതന്യം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.